ചേട്ടാ ചെന്നൈ പോകുന്നുണ്ടോ? ഇല്ല. അച്ഛൻ്റെ വണ്ടി. ടാപ്പിംഗ് ഒക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അധ്വാനിച്ചു വെച്ച താരത്തൊന്നല്ല. പിന്നെ അനുമോള് ഇടമാർപ്പെടാറിലൊക്കെ പോയി അല്പം ഇതൊക്കെ പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോ നമുക്ക് പിന്നെ ഒരു മുകളില് 2 റൂമും ഒരു ഹാളുമായിട്ട് കെട്ടിയതാണ്. അല്ലാതെ ആ പൈസ എല്ലാം ഈ ഇടമാർപ്പെടാറിൽ ഇവിടുന്ന് കിട്ടിയ പൈസ എല്ലാം അവള് ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് തന്നെ. കുട്ടിയുടെ വീട് അല്ലേ? അതെ അതെ. നമ്മള് അതായത് കുടുംബ വീട് അരിനാടാണ്. ഇത് നമ്മളൊരു 3 വർഷമായി വാങ്ങിച്ചിട്ട് സ്ഥലം മേടിച്ച് നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഇവിടെ താമസിക്കും. ഇടയ്ക്ക് ഈ വീടിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. ഓരോ കടമുണ്ട്, ലോൺ ഉണ്ടെന്ന് പറഞ്ഞ ഈ വീടിനെ പറ്റിയാണ്. ഇതാണ് അനിക്കുട്ടി ഈ ഇടയ്ക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ആ കാറ് മേടിച്ച കാറ് 18 ലക്ഷത്തിന്റെ. 18 ലക്ഷം. ലോണൊക്കെ കഴിഞ്ഞോ? ആ, ലോണ് കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി അപ്പൊ ലക്ഷ്മി ചേച്ചി പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മളൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് കാണുന്നതാണ് നിങ്ങൾ. എങ്ങനെയാ ഞങ്ങൾക്ക് പറയണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു തീരുമാനത്തിലെക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ആലോചിച്ചു എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് നാളത്തേക്ക് പോയാൽ. ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, അത് പഴയ കാറാടാ. പഴയ കാറാണ്. പക്ഷെ അവള് എവിടെയെങ്കിലും ഇവിടേക്ക് അടുത്ത് പോകുമ്പോ അത് തന്നെ കൊണ്ടുപോകുന്നത്. ഇതില് മൈലേജ് കുറവായതുകൊണ്ട് അതിലാ പോകുന്നത്. ഇപ്പോഴും അവള് പുറത്ത് പോകുമ്പോൾ ഇവിടുന്ന് യൂബർ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവും, അല്ലെങ്കിൽ A1 ബസിന്റെ സ്റ്റോപ്പിൽ പോവും. അവിടെ നിന്ന് ഇനാഗ്രേഷൻ ആയാലും അവിടെ പോവും. ട്രെയിനിലാ പോകുന്നത്. കാറ്